വേണ്ട. അന്ന് ഇതിനിടയ്ക്ക് ഞാൻ പൊട്ടിച്ചു വെച്ചത്. അപ്പൊ രണ്ടും നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചേ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇത് ബിലാത്തി ചക്ക. ഇത് ഞാൻ തൂക്കി വെക്കുമ്പോൾ 5.5 കിലോ ഉണ്ട്. 1/2 കിലോ നമുക്ക് ഈ തയ്യങ്ങ് കളയാ. ഇത് 3.5 കിലോ ഉണ്ട്. അപ്പൊ ഇത് നാടൻ ചക്കയാണ്. ഇത് ബിലാത്തി ചക്ക. ബിലാത്തി ചക്കേന്റെ ഇതുണ്ട, ഈ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഇതിന് മുള്ളുണ്ടാവില്ല. കണ്ട, ഈ ഇലക്ക് മുള്ളുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇതിപ്പോ ചെത്താൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഈ കിരീടം ഒന്ന് പൊട്ടിക്കാം. അമ്മച്ചി, അയ്യോ, ഇതെന്താ ഇങ്ങനെ. കിരീടം പൊട്ടിച്ച് ഇപ്പൊ തന്നെ ഭയങ്കര തേന് ഒഴുകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ചെത്തിയിട്ട് ഇന്ന് തന്നെ കഴിക്കണം. അതായത് ഭക്ഷണം കഴിച്ചതാ. അപ്പൊ ഭക്ഷണത്തിന് ശേഷം ഒരു മധുരം അത്യാവശ്യം തന്നെയാണ്. സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത്രയും കട്ട് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ആണിയില്ലേ, ചില ആൾക്ക് അലർജി ആയിരിക്കും. അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഷുഗർ ഇട്ടിട്ട് കഴിക്കുക, അടിപൊളിയായിരിക്കും. പിന്നെ ഈ നാടൻ ചക്കയുണ്ടല്ലോ, ഇതിന് നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, വളമൊന്നും ഇടുന്നില്ല. ഈ നടുന്ന സമയത്ത് അടുപ്പിലെ ചാരം മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പൊ തന്നെ കാണുന്നില്ലേ തേന്, ഭയങ്കര തേന്. ഒരു പീസ് ഞാൻ എടുത്തിട്ട് ഇപ്പൊ തന്നെ കഴിക്കുക. കാരണം ഭയങ്കര സോഫ്റ്റും തേനും എല്ലാം ആയതുകൊണ്ട് ക്ഷമയില്ല. അത് കഴിച്ചു നോക്കട്ടെ. എന്തൊരു മധുരം എന്നാണ്. ഇതിന്റെ പേരാണ് ബിലാത്തി ചക്ക. മനസ്സിലായല്ലോ. 5 കിലോ 5.5 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എനിക്ക് കുറെ ചേട്ടന്മാര്, കുറെ അല്ല, ചേട്ടൻ്റെ അനിയൻ്റെ പെങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ആർക്കെങ്കിലും ഇത് കൊടുക്കും. പിന്നെ അടുത്ത പഴുക്കാനായത് മറ്റുള്ളവർക്കും കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി. ബായ്.